ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും അതുപോലെ തന്നെ കുറച്ച് ഔഷധ സസ്യങ്ങളുടെയും എല്ലാം കൂടെ ചേർത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് തായ്പിങ് കൂവയാണ്. തായ്പിങ് കൂവ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ. 190 രൂപയ്ക്ക് അത്യാവശ്യം മെച്ചുറായി തുടങ്ങിയ പ്ലാന്റ് ആണ്. മൊട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് കംബോഡിയൻ ഗ്രേപ്സ് ആണ്. കംബോഡിയൻ ഗ്രേപ്സിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ വാർത്തകളിലെല്ലാം കാണുന്നുണ്ടാകും. ഒരുപാട് ചർച്ചയായ, എല്ലാവരും നല്ല വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണിത്, കംബോഡിയൻ ഗ്രേപ്സ്. ഇതുപോലെ മണലിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഈ കവറോട് കൂടെ തന്നെയാണ് പ്ലാന്റ് അയച്ചു തരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. 350 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തോന്നുന്നു. അതിൻ്റെ ആ റൂട്ട് വന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് കാണിച്ചത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. 2 മാസം കൊണ്ട് തന്നെ അത് കായ പിടിച്ച് തുടങ്ങുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക്ബെറിയാണ്. ബ്ലാക്ക്ബെറി പൊതുവെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് വളർത്തുകയാണെങ്കിലാണ് ഇതിൽ നന്നായിട്ട് കായ ഉണ്ടാകുന്നത്. ഇതും തീരെ ചെറിയ പ്ലാന്റല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. നമ്മളടുത്ത് ഇവിടെ ചിലതൊക്കെ കായായി തുടങ്ങിയിട്ടോ. നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റ്സിലും ചിലതിലൊക്കെ കായ പ്ലാന്റ് തന്നെയാണ്. അടുത്തായിട്ട് വരുന്നത് നാഗ്പൂർ ഓറഞ്ചാണ്. നല്ല മധുരമുള്ള ഓറഞ്ചാണ് ഈ നാഗ്പൂർ ഓറഞ്ച്. ഇത് നമ്മൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ കണ്ടല്ലോ, അതുപോലെ പോട്ടിൽ സെറ്റ് ചെയ്താലും നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 280 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇവയെല്ലാം തന്നെ കുറച്ച് ഹൈറ്റ് ആയിട്ടുണ്ടെന്ന് മാത്രം. അടുത്തായിട്ട് മൾബറിയാണ്. മൾബറിയുടെ ആ നോർമൽ ടൈപ്പല്ല, ഹൈബ്രിഡാണ്. എന്നാലും ഒരുപാട് വലിയ ഫ്രൂട്ട് അല്ല കേട്ടോ. എങ്കിലും നമ്മൾ കട്ടിങ്സ് പിടിപ്പിക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് കായ ഉണ്ടാകുന്നുണ്ട്. ചെറിയപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സിലും കായായിട്ടുണ്ട്. അടുത്തതായിട്ട് ഇസ്രായേൽ ഓറഞ്ചാണ്. ഇസ്രായേൽ ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് സാലഡിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ തൊലി അടക്കം നമുക്ക് ഭക്ഷ്യയോഗ്യമാണെന്നുള്ളതാണ്. യാതൊരു കയ്പൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു പുളിപ്പും മധുരവുമുള്ളൊരു ടേസ്റ്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് സീതപ്പഴമാണ്. സീതപ്പഴത്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാം തന്നെ ഗ്രാഫ്റ്റ് ആൻഡ് ലെയർ പ്ലാന്റ്സ് ആണ്. സീഡ്ലിംഗ് ആയിട്ടുള്ളത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. സീതപ്പഴം മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. 210 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങളിത് പോട്ടിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ, പോട്ടിലാണെങ്കിൽ ഒരു 16 ഇഞ്ചിൻ്റെ മേലുള്ള പോട്ടിൽ നിലത്തോ നടാവുന്നതാണ്. അടുത്തായിട്ട് നദാൽ പ്ലം എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. 180 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ കായ പിടിച്ച് തുടങ്ങുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് അയക്കാനുള്ള ആ ഒരു സൈസ് പ്ലാന്റിൽ നിന്നും പറിച്ച ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതിന് ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും കൂടിയൊരു ടേസ്റ്റാണുള്ളത്. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും അതുപോലെ അച്ചാറിടുന്നതിനും ജാം ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മാത്രമല്ല ഇത് നമുക്ക് കാണാൻ, നമ്മുടെ പൂന്തോട്ടത്തിൽ കാണാനും നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ട് വെറൈറ്റി തന്നെയാണ്. ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തായിട്ട് നെല്ലിയാണ്. നെല്ലി, ഗൂസ്ബെറി, അംല എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിന് 250 രൂപയാണ് പ്രൈസ് വരുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകൾ തന്നെയാണ്. തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ്. ചിലതൊക്കെ മൊട്ടായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളർത്താൻ ഒരുപാട് നമുക്ക് പരിചരണമൊന്നും ആവശ്യമില്ല ഈ പ്ലാന്റിന്. വെള്ളം കെട്ടി നിൽക്കുന്നതും ഓവർ വാട്ടറിങ് ആവുന്നതും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഒരുപാട് വളം ചെയ്യേണ്ട ആവശ്യമില്ല. അല്പം ചാണകപ്പൊടി, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൊരു പോട്ടി മിക്സ് മതിയാവും. നെക്സ്റ്റ് വൺ വരുന്നത് മാംഗോസ്റ്റീനാണ്. മാംഗോസ്റ്റീന് 150 രൂപയാണ് പ്രൈസ് വരുന്നത്. സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ. ഈ മാംഗോസ്റ്റീന് ഒരു 5 വർഷം കൊണ്ടൊക്കെയാണ് നന്നായിട്ട് കായ പിടിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു 3-4 വർഷം ആകുമ്പോൾ തന്നെ കുറഞ്ഞ കായകൾ, ഒരു 8-10 കായൊക്കെ പിടിച്ചു തുടങ്ങുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് ട്രോപ്പിക്കൽ അവക്കാഡോ. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇത് പുള്ളോക്ക് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ചൂടുള്ള കാലാവസ്ഥയിലും നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഒരു 2 വർഷം കൊണ്ട് തന്നെ കായാവുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ മൊട്ടുകളും പൂക്കളൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. പക്ഷേ പ്ലാന്റ് മെച്ചുറായിട്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൂക്കൾ കഴിവതും പൊട്ടിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് ലില്ലിപ്പില്ലിയാണ്. ലില്ലിപ്പില്ലിയുടെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷമൊന്നും ആവണ്ട, അതിന് മുമ്പ് തന്നെ നന്നായിട്ട് കായ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഇതിന് നമുക്കൊരു ചെറിയ ഡ്രമ്മിലോ നിലത്തോ എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് കൂടിയാണ് ലില്ലിപ്പില്ലി ഫ്രൂട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് പുലാസനാണ് കേട്ടോ. പുലാസൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റിനാണ് 550 രൂപ വരുന്നത്.
ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. പുലാസൻ്റെ തന്നെ സീഡ്ലിംഗ് പ്ലാന്റും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അതിന് 130 രൂപയാണ് പ്രൈസ് വരുന്നത്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആകുമ്പോൾ ഒരു 2 വർഷം ആകുമ്പോഴേക്കും തന്നെ കായ ആവുന്നുണ്ട്. സീഡ്ലിംഗ് ആകുമ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളം ആകുമ്പോഴാണ് കായ പിടിക്കുന്നത്. അടുത്തതായിട്ട് അവക്കാഡോയുടെ സീഡ്ലിംഗ് ആണ്. ഇതും പുള്ളോക്ക് വെറൈറ്റി തന്നെയാണ്. ഈ ഒരു സീഡ്ലിംഗ് പ്ലാന്റും 5 വർഷം ആകുമ്പോഴാണ് കായ ആവുന്നത്. നമുക്കിപ്പോൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അതിനു മുമ്പ് തന്നെ കായ പിടിച്ച് തുടങ്ങുന്നുണ്ട്. ചൂടുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ടാണ് ഇതിൽ കായായി തുടങ്ങുന്നത്. അടുത്തായിട്ട് ഒലിവ് പ്ലാന്റ് ആണ്. ഒലിവ് പ്ലാന്റിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് കേട്ടോ അയച്ചിരുന്നത്. ചില കസ്റ്റമേഴ്സൊക്കെ ഈ ഒലിവ് വാങ്ങിക്കുമ്പോൾ ഒരു ഡൗട്ടാണ്, സീഡ് മുളപ്പിച്ചതാണോ അല്ല ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണോ ഏറ്റവും ബുഷിയായി വളരുന്നത് എന്നുള്ളത്. ഏറ്റവും നല്ലത് എപ്പോഴും നമ്മൾ ലെയർ ചെയ്ത പ്ലാന്റ് തന്നെയാണ് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ മുസമ്പിയാണ് കേട്ടോ. മിനിയേച്ചർ മുസമ്പി സൈസ് പ്ലാന്റിൻ്റെ സൈസാണ് മിനിയേച്ചറായി നിൽക്കുന്നത്. അതിൻ്റെ ഫ്രൂട്ട് അത്യാവശ്യം വലിയ ഫ്രൂട്ട് തന്നെയായിരിക്കും, നമ്മുടെ നോർമൽ ഓറഞ്ചിൻ്റെയൊക്കെ സൈസ്. അടുത്തായിട്ട് റെഡ് ജാക്കാണ്. റെഡ് ജാക്കിന് 280 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. റെഡ് ജാക്ക് കണ്ടില്ലേ, ഇതുപോലെ നിലത്തും നിങ്ങൾക്ക് നടാം, അതുപോലെ തന്നെ ഒരു ഡ്രമ്മിലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് അബ്യൂ പ്ലാന്റ് ആണ്. ഈ അബ്യൂ പ്ലാന്റിനെ നമ്മളൊരു ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ കണ്ടില്ലേ, എല്ലാ ശിഖരങ്ങളിലും നന്നായിട്ട് ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്തതായി വന്നതാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇതിപ്പോൾ ഒരു കവറിലാണ്, ഇതുപോലെ നമ്മൾ പോട്ടിൽ വെച്ച പ്ലാന്റ്സും ഉണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റിന് 320 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഡയമണ്ട് ഗുവയാണ്. റെഡ് ഡയമണ്ട് ഗുവേൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ സീഡ് വളരെ കുറവായിരിക്കും. 1-2 സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ഫ്ലഷായ ഭാഗങ്ങളായിരിക്കും. നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇതിന്. നെക്സ്റ്റ് വൺ വരുന്നത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും തന്നെ ഉൾപ്പെടുത്താറുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പാഷൻ ഫ്രൂട്ട്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. കാവേരി എന്നറിയപ്പെടുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ജീനയൻ റോബസ്റ്റ് ആണ് കേട്ടോ. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെത് അയച്ചു തരുന്നത്. ഒരു 9 മാസം ആകുമ്പോഴേക്കും തന്നെ ഇതിൽ കൊലയായി തുടങ്ങുന്നുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ലേഡി പപ്പായാണ്. റെഡ് ലേഡിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ, നിറച്ചും കായായി നിൽക്കുന്നുണ്ട്. പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ തന്നെ റെഡ് ലേഡി പപ്പായയിൽ നിറച്ചും കായകൾ ഉണ്ടാകുന്നുണ്ട്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കൊടക് ഓറഞ്ചാണ് കേട്ടോ. ഇത് നല്ല മധുരമുള്ള ഓറഞ്ചാണ്. ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിപ്പോൾ കവറിൽ വെച്ച ഒരു പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ, നിറച്ചും കായായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 150 രൂപ മാത്രമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ലെമൺ ആണ് കേട്ടോ. ലെമണും ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ്. ലെമൺ നമ്മൾ വെച്ചേക്കുന്നത് ഒരു പോട്ടിലാണ്. ഈ മദർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഒരു 18 ഇഞ്ച് പോട്ടിലാണ്. ഈ ഒരു സൈസിൽ നല്ല ബുഷിയായ പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിനെ നിങ്ങൾക്ക് നിലത്തോ പോട്ടിലോ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് സപ്പോട്ടയാണ്. സപ്പോട്ടയുടെ ക്രിക്കറ്റ് ബോൾ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഉരുണ്ട കായകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് 180 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പൊംഗ്രാനൈറ്റ്, അനാറ്, മാതള നാരങ്ങ, വേറെയും ഒരുപാട് പേരുകൾ ഇതിനുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരായിരിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 260 രൂപയാണ്. കഴിഞ്ഞ തവണ ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ അയച്ചത്. ഇത്തവണ കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സുകളാണ്. ചെറിയ പ്ലാന്റ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഗൂസ്ബെറിയാണ് കേട്ടോ. റെഡ് ഗൂസ്ബെറിയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത്. നല്ല റെഡ് കളറിലായിരിക്കും ഇതിൽ നെല്ലിക്ക ഉണ്ടാകുന്നത്. 275 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനെയും നമുക്ക് നിലത്തോ പോട്ടിലൊക്കെ വളർത്താം. അടുത്തായിട്ട് ടാമറിൻ്റ് ആണ്, അതായത് പുളി. നിങ്ങൾ വിചാരിക്കും പുളിയൊക്കെ ഇപ്പോൾ ആരെങ്കിലും വാങ്ങിച്ച് നടുമെന്ന്. ഇത് നമുക്ക് ഒരു ബൈലറിൽ നട്ടാലും ഡ്രമ്മിൽ നട്ടാലും കായാവും. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് മക്കോട്ടദേവ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 130 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഒരു ചെറിയാണ്, സാവന്ന ചെറി. സാവന്ന ചെറിയുടെ തീരെ ചെറിയ പ്ലാന്റ്സ് എല്ലാം മൊട്ടൊക്കെ ആയി നിൽക്കുന്ന വലിയ പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ച് ഒരു 4 അടി 5 അടിയോളം ഹൈറ്റായ പ്ലാന്റാണ്. ഇത് ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ്. മൊട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചെറിയാണ്. 550 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലിച്ചി പ്ലാന്റ് ആണ്. ലിച്ചി പ്ലാന്റ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ ഫ്രൂട്ടുകളായിരിക്കും. ഇതിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റാണ് അയച്ചു തരുന്നത്. അത്യാവശ്യം വലിയ മരം ആവുന്ന ഒരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ലെമണാണ്. വെരിഗേറ്റഡ് ലെമൺ നമ്മുടെ ബുഷ് ഓറഞ്ചൊക്കെ പോലത്തെ ടേസ്റ്റാണ്. അത്യാവശ്യം പുളിയുള്ളൊരു ഫ്രൂട്ടായിരിക്കും.
അടുത്തായിട്ട് വരുന്നത് ഇസ്രായേൽ ഫിഗ്. ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു പ്ലാന്റ് സൈസിൽ നിന്നും ഉണ്ടായ ഒരു ഫ്രൂട്ട് നമ്മൾ പറിച്ചെടുത്താണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. 190 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും. ഇതും ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. അടുത്തത് അമരാപ്പള്ളി മാംഗോയാണ്. അമരാപ്പള്ളി ഒരു 2 വർഷം ആകുമ്പോഴേക്കും തന്നെ അത്യാവശ്യം ഹെൽത്തി പ്ലാന്റായി നമുക്ക് കായ പറിക്കാനായി തുടങ്ങുന്നൊരു മാംഗോ വെറൈറ്റിയാണ്. അടുത്തായിട്ട് ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് ശരിക്കും ലെമണിൻ്റെ ഒരു ഉപയോഗമാണ് നമുക്ക് ഉണ്ടാകുന്നത്. നല്ല പുളിയാണ്, പക്ഷെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല ചെറിയ പ്ലാന്റിൽ തന്നെ നിറഞ്ഞ കായ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 90 രൂപ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് സീഡ്ലെസ് ലെമൺ ആണ് കേട്ടോ. സീഡ്ലെസ് ലെമൺ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത പ്ലാന്റാണ് നിങ്ങൾ മദർ പ്ലാന്റ് കണ്ടത്. അതിൽ തന്നെ നിറഞ്ഞ കായായിട്ടുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റിലും കായായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വലിയ പ്ലാന്റിന് 300 രൂപയും ചെറിയ പ്ലാന്റിന് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കൊട്ടൂർക്കോണം മാംഗോയാണ് കേട്ടോ. കൊട്ടൂർക്കോണം മാംഗോയുടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിൽ ചിലതിലൊക്കെ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ഞാവലാണ്. വൈറ്റ് ഞാവലിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിലുള്ള ആ ഒരു ഫ്രൂട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ഞാവലാണ്. ബ്ലാക്ക് ഞാവലും ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 270 രൂപ പ്രൈസ് വരുന്നത്. ഞാവൽ പൊതുവെ വലിയ മരവും ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് നമുക്കിതിനെ വെട്ടി നിർത്തി പോട്ടിലൊക്കെ വളർത്താനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ചന്ദ്രകാരൻ മാംഗോ. കൊലയായിട്ട് നിറഞ്ഞ കായ പിടിക്കുന്ന ഒരു മാംഗോ വെറൈറ്റിയാണ് ഈ ചന്ദ്രകാരൻ മാംഗോ. നെക്സ്റ്റ് വൺ വരുന്നത് മെക്കാഡാമിയ നെട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇപ്പോൾ കായായി തുടങ്ങുന്നുണ്ട്. ഈ നട്ട്സ് ഒരു വിദേശ ഇനമാണ്. ഇതിൻ്റെ ആ തൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉള്ളിലൊരു കട്ടിയുള്ള തൊണ്ട്, ഒരു തേങ്ങ നമ്മുടെ ചിരട്ടയുടെ ഒക്കെ പോലെ ഉള്ളൊരു പ്രതലുണ്ടാകും. അതിനുള്ളിലാണ് ഇതിൻ്റെ ആ ഒരു കഴിക്കാൻ ഭക്ഷ്യയോഗ്യമായ ആ ഒരു ഭാഗം വരുന്നത്. അടുത്തായിട്ട് വെൽവെറ്റ് ആപ്പിളാണ്. ഇത് വെൽവെറ്റ് ആപ്പിൾ, വെൽവെറ്റ് ചാമ്പ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പുറന്തോട് വെൽവെറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണുള്ളത്. ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത്. അടുത്തായിട്ട് കൊക്കോ പ്ലാന്റ് ആണ്. കൊക്കോ പ്ലാന്റിൻ്റെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആയാലും 2 വർഷം ആകുമ്പോഴേക്കും തന്നെ ഇതിൽ കായ പിടിച്ച് തുടങ്ങുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നാംഡോക്മായി മാംഗോയാണ്. നല്ല ടേസ്റ്റുള്ള എന്നാൽ ചെറിയ ഒരു മാവിൻ തൈയിൽ തന്നെ നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ നാംഡോക്മായി. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 790 രൂപയാണ്. ഇത് നമ്മളടുത്ത് ഒരു പോട്ടിൽ കായ്ച്ച് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഏകദേശം ഈ ഒരു സൈസുള്ള പ്ലാന്റ്സുകളാണ്. എല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് എന്നുള്ളത്. അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ഗുവയാണ്. ഇതിന് നമ്മളിവിടെ പുളിപ്പേരയ്ക്ക, ഊട്ടിപ്പേരയ്ക്ക എന്നുള്ള പേരിലൊക്കെ വിളിക്കുന്നത് കേട്ടോ. സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ്. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാത്തൊരു വെറൈറ്റിയാണ്. അടുത്തായിട്ട് വരുന്നത് ഗണപതി നാരകമാണ്. ഗണപതി നാരകത്തിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ്. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് ഇരുമ്പമ്പുളിയും ലെയർ ചെയ്ത തൈകളാണ് നമ്മൾ അയക്കുന്നത്. ഇതിൻ്റെ സീഡ് മുളപ്പിച്ച് അങ്ങനെ തൈ ഉണ്ടാക്കാൻ പറ്റില്ല. ലെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടോ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് പണ്ട് കാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അടുത്തായിട്ട് വരുന്നത് അരിനെല്ലിയാണ്. അരിനെല്ലിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഇത് എല്ലാ സീസണിലും ഇതിൽ നിറച്ചും കായ ഉണ്ടാകും. ഒരു ഫ്രൂട്ട് കഴിയുമ്പോഴേക്കും അടുത്ത മുട്ടുകളായി വീണ്ടും കായ പിടിക്കുന്നു. അങ്ങനെ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും എല്ലാ സമയത്തും അരിനെല്ലിയിൽ എപ്പോഴും കായായിരിക്കും. നമുക്ക് ഉപ്പിലിടാനും അച്ചാറിടാനും വെറുതെ കഴിക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് യെല്ലോ റംബുട്ടാനാണ്. യെല്ലോ റംബുട്ടാൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ്. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 290 രൂപ പ്രൈസ് വരുന്നത്. കുറച്ച് മണ്ണോട് കൂടെ തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. അപ്പോൾ കൊറിയർ ചാർജ് അത്യാവശ്യം വരുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് കൊടംപുളിയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റാണ്. 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് ഏകദേശം ഈ ഒരു സൈസായ പ്ലാന്റുകളാണ് എല്ലാം തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സ്വീറ്റ് അമ്പഴാണ് കേട്ടോ. സ്വീറ്റ് അമ്പഴത്തിൻ്റെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൽ പോലും കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ പ്ലാന്റ് സൈസ് കാണിച്ചാൽ ഇപ്പോൾ കായ പിടിച്ചിട്ടുണ്ട്. എല്ലാ പ്ലാന്റും കായ ആയതല്ല കേട്ടോ. അടുത്തായിട്ട് നെറ്റ്മക്കിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ്. ജാതി കേട്ടോ. ജാതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിന് 370 രൂപയും അതുപോലെ തന്നെ സീഡ് മുളപ്പിച്ച പ്ലാന്റും അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 90 രൂപയുമാണ്. നെക്സ്റ്റ് വൺ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട, ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിക്കാറുള്ള ഒരു പ്ലാന്റാണ്. എന്നാൽ ഞാൻ ഇതുവരെ ഈ ഒരു പ്ലാന്റ് അങ്ങനെ ഒരു വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടില്ല.
അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവന്നത്. കുറ്റിക്കുരുമുളകിനെ നമുക്ക് ചെറിയൊരു പോട്ടിൽ ഒരു 10 ഇഞ്ച് പോട്ടിൽ വരെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് അരൂത പ്ലാന്റ് ആണ്. അരൂത പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റ് ആണ് ഈ അരൂത പ്ലാന്റ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് അലോവേരയാണ്. അലോവേരയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നമുക്ക് പിന്നെ മുടി കൊഴിച്ചിലിനും അതുപോലെ മുഖത്തും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ, മുഖ സൗന്ദര്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് മൈലാഞ്ചിയാണ്. മൈലാഞ്ചിയും ഒരുപാട് ഔഷധ ഗുണമുള്ള, എണ്ണ കാച്ചുന്നതിനും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നഖം ചോപ്പിക്കുന്നതിനാണ്. അതല്ലാതെയും ഒരുപാട് ഔഷധ ഗുണങ്ങൾ മൈലാഞ്ചിക്കുണ്ട്. അടുത്തായിട്ട് കറി ലീവ്സ് ആണ്. കറി ലീവ്സിൻ്റെ വേരിൽ നിന്ന് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ 50 രൂപയ്ക്ക് നമ്മൾ അയച്ചു തരുന്നത്. ഈ ഒരു കവറിൽ തന്നെ ഒരു 3-4 തൈകളൊക്കെ മിനിമം എല്ലാത്തിലും ഉണ്ട്. അടുത്തായിട്ട് വരുന്നത് ഗ്രാമ്പു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ നമ്മൾ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 2 അടിയോളമൊക്കെ ഹൈറ്റായി തുടങ്ങിയ 1.5-2 അടിയോളം ഹൈറ്റായി തുടങ്ങിയ പ്ലാന്റുകളാണ്. അടുത്തായിട്ട് സിനമൺ, കറുവപ്പട്ട എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 110 രൂപയാണ്. ഇതും സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത്. അടുത്തായിട്ട് സർവ്വസുഗന്ധിയുടെ പ്ലാന്റാണ്. സർവ്വസുഗന്ധി എല്ലാവർക്കും അറിയാം, നമുക്ക് കറികളിലൊക്കെ ഇതിൻ്റെ ലീഫ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപ തന്നെയാണ്. അടുത്തായിട്ട് വരുന്നത് കോഫി പ്ലാന്റ് ആണ് കേട്ടോ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കൊരു കോഫി പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഒന്ന് വെക്കായിരുന്നു. ഇത് കോഫി പ്ലാന്റ് ഒന്ന് കായ്ച്ച് കാണുന്നതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് കൂടിയാണ് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് നീമാണ്, ആര്യവേപ്പിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ്. ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നെയിം എഴുതി വെച്ചിട്ടോ നമ്മളുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഈ പ്ലാന്റ്സിനൊക്കെ തന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതാണ്. ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മുടെ നോർമൽ പ്ലാന്റ്സുകൾ പോലെയല്ല, അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളും ആയിരിക്കും. കുറച്ച് മണ്ണ് ഒഴിവാക്കി അയക്കുന്നത് ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് തന്നെ സാധാരണത്തിലും കൂടുതൽ കൊറിയർ ചാർജ് വരുന്നതാണ്. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഓക്കെ, താങ്ക്